ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഹരിത ചെയ്യുന്നത്. അതിനുശേഷം തന്നെ നിനക്ക് ഒരിക്കലും രാഹുലിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല, ഏത് ജന്മം എടുത്താലും എങ്ങനെ പോയാലും, പക്ഷേ ഞാൻ എൻ്റെ രാഹുലിൻ്റെ കൂടെ ജീവിക്കും, അതിന് നീ തീരണം എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും അവിടേക്ക് രാഹുൽ ഓടി വരുന്നുണ്ട് കേട്ടോ, അഞ്ജു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അഞ്ജുവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും രാഹുലിന് സങ്കടം വരുന്നുണ്ട്. കാരണം അഞ്ജുവിന് ആ സമയത്ത് ബോധമൊന്നുമില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാണ്ടായി. അങ്ങനെ ഹരിതയാണെങ്കിലോ അവനെ പിടിച്ച് തള്ളിയിടുന്നുണ്ട്. എടി എടാ പോടാ, നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, ഇവിടെ ഞാൻ അങ്ങ് തീർത്ത് നിൻ്റെ അഞ്ജുനെ, നിൻ്റെ ഭാര്യയെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി എന്ന് പറഞ്ഞിട്ട് ഹരിതയെ മുടി കുത്തിപ്പിടിച്ചതിന് ശേഷം അവിടെ കൊണ്ടുപോയി കെട്ടിയിടുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഓടിച്ചിട്ട് അഞ്ജുവിനെ പോയിട്ട് വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജു എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഹരിതയ്ക്ക് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. അവൾ തീർന്നു എന്നാണ് വിചാരിച്ചത്, പക്ഷേ അവൾ തീർന്നിട്ടില്ല. ഞാനാണടി മണ്ടിക്കാനം, നീ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ ഒരു വാക്ക് വിശ്വസിച്ച് നിന്നെ വിശ്വസിച്ച് ഞാൻ അങ്ങോട്ട് വന്നു, പക്ഷെ തെറ്റുപറ്റി. ആൻറ്റി അപ്പോൾ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവൾ തീർന്നു പോയേനെ. നീ കാരണം നിന്നെ ഞാൻ വെറുതെ വിടുന്നത് നീ വിചാരിക്കേണ്ട. ഇത്രയും കാലം രാഹുൽ വെറുതെ വിട്ടതുപോലെയല്ല, ഒരിക്കലും ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ വിവേകിന് വർഷയാണ് കാണിക്കുന്നത്. വിവേകാണെങ്കിലോ ആ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ കാരണമെല്ലാം തന്നെ വർഷയോട് പറയുന്നുണ്ട്. അവിടെ നിന്ന് പുറത്താക്കിയതാണ്, ഇത് മമ്മിക്ക് അറിയില്ല. അപ്പം ആൻറ്റിയെ പറ്റിച്ചിട്ടാണല്ലേ ഇങ്ങോട്ട് വന്നത്. ഇനി നീ കണ്ടോ വിവേക, എന്തെങ്കിലും താൻ കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ ഇത് വെച്ച് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യും തന്നെ എന്ന് പറയുന്നുണ്ട്. താനല്ലേ ചെയ്യുന്നത്, അത് ഞാൻ അങ്ങ് അംഗീകരിച്ച് തന്നാൽ പോലെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് തിരിഞ്ഞാലും വിവേകിന് ഈ ചളിയടിക്കൽ മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ എന്താ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് തന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ തൻ്റെ പുറകെ നടക്കുന്നത്, മറ്റൊന്നല്ലല്ലോ. എന്തായാലും വിവേക് ഇവിടെ നിന്ന് പോയേ, ഇവിടെ അധികം സമയം നിൽക്കണ്ട, അല്ലെങ്കിൽ ഞാൻ പറയും കേട്ടോ. പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, തനിക്ക് എന്നെ ഇഷ്ടമാണെന്നും എനിക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ളതും അമ്മയോടും പറയും. അമേരിക്കത്തെ കാര്യം ഞാൻ മമ്മിയോട് ഓടി പറഞ്ഞിട്ടില്ല. തന്നോട് പറയാൻ എന്താ കാരണം ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് പറയും. അത് വേണോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് വേണ്ട എന്നാൽ പറയൂ, പറയില്ല. എന്നാൽ വിവേക് ഇവിടുന്ന് പോയി. ശരി, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് പോകുന്നു. ആ സമയത്ത് വർഷ ഇനിയിപ്പോൾ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടില്ല, ലഞ്ചും ഉണ്ടാക്കിയില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോകാൻ നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് രാഹുൽ വിവേകാണെങ്കിൽ അടുക്കള വശത്തൂടെ വാതിലിലൂടെ കയറി വരുന്നുണ്ട്. വിവേക് പോയില്ലേ, മുന്നിൽ കൂടെ പോയപ്പോൾ പുറകിൽ കൂടെ വന്നു. അതല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ, താൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ ഞാൻ ചെയ്യാം. അയ്യോ എൻ്റെ പൊന്ന് വിവേക് വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. എടോ എനിക്ക് നല്ല പാചകമൊക്കെ അറിയാലോ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ മമ്മിയോട് പറയും കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ശരി എന്ന് പറയുന്നു. എല്ലാം സഹിക്കുമ്പോൾ ഇതും സഹിക്കണമല്ലോ. അങ്ങനെ വിവേക് ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്, വർഷയെ രക്ഷിച്ചേക്കണേ. താൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്? അല്ല, ആദ്യമൊക്കെ ആയിട്ട് തന്നെയാണ്. താൻ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി, തീർച്ചയായും ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നു. അതിനുശേഷം രാഹുലിനെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഷാർമിള ആൻറ്റി വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് ഹരിതയുടെ ഈ കുരുത്തം കെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഇവളെ ഇങ്ങനെ വിടാൻ പറ്റില്ല ആൻറ്റി, ഇനി ആൻറ്റി എന്ത് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഇവളെ അംഗീകരിക്കാനും പോകുന്നില്ല എന്ന് പറയുന്നു. ഇനി വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം, ഇവളെന്നെ ചതിക്കായിരുന്നില്ല ആൻറ്റി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഹരിതയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നൊരാഗ്രഹം. അങ്ങനെ അഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. അഞ്ജു എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരുമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അഞ്ജു ഒരു പാവം തോന്നിയതിന് ശേഷം വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കൈ കെട്ടഴിക്കുക, അല്ലാതെ എങ്ങനെ വെള്ളം കുടിക്കാൻ പറ്റുക? തൻ്റെ കൈ കെട്ടഴിക്കേണ്ട കാര്യമില്ല വെള്ളം കുടിക്കാൻ, ഞാൻ വായിൽ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ വരുന്നുണ്ട്. എന്തിനാ അഞ്ജു ഇവൾക്ക് വെള്ളം കൂടി കൊടുക്കുന്നത്? പാമ്പിന് പാല് കൊടുക്കരുതെന്ന് പറയുന്നത് കേട്ടില്ലേ, അത് തിരിച്ച് കടിക്കും എന്നുള്ളത് അത് എനിക്കും അറിയാം രാഹുൽ. കാരണം പാമ്പിന് വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന മാതിരി ഇവക്കൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം ഇവൾ എപ്പോഴും എന്നെ തിരിച്ച് കടിക്കാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കടിച്ചു കഴിഞ്ഞില്ല, എന്തായാലും ഇവൾക്കിപ്പോൾ വെള്ളത്തിന് ദാഹമൊന്നും ഉണ്ടാവില്ല. കാരണം ആ കയ്യിൽ കെട്ടയക്കാൻ വേണ്ടിയിട്ട് മനപ്പുറം ഇവൾ പറഞ്ഞതാണ്, അല്ലാതെ വേറെ പ്രശ്നം കൊണ്ടൊന്നല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടേക്ക് ഓടി വരുന്നുണ്ട് നമ്മുടെ അബി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പൂരം നടക്കുന്നുള്ള കാര്യം സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെ മേഡത്തിനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കാണുന്നു. അങ്ങനെ ചെകിട്ടത്ത് നോക്കി ഒന്നാണ് കൊടുക്കുന്നത് കേട്ടോ. നിനക്കിത് മതിയായില്ലേ, നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കളിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഹരിതയോട് കുറച്ച് സംസാരിക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് സംസാരിക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് നിയമവശങ്ങളൊക്കെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഹരിതയ്ക്ക് ഈ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ജയിലിൽ കിടക്കാം എന്ന രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. അത് വേണോ? നീ എന്തിനാ ഇവരിങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നത്? ഇവളെ വെറുതെ വിടാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവളെ പോലീസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്താണ് രാഹുൽ പറയുന്നത്, ഇവളെ പോലീസിൽ ഏൽപ്പിക്കരുതെന്ന് ആൻറ്റി പറയും. ആൻറ്റി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്.
കാരണം ഇവളൊരു പെൺകുട്ടിയാണ്, ഇവളുടെ ഭാവി. അതുപോലെ ആൻറ്റി വളർത്തിയ മോള് അത്ര ഇഷ്ടമാണ്. അതുപോലെ അങ്ങനെ കാര്യങ്ങളൊക്കെ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് ആൻറ്റിയോട് സംസാരിക്കേണ്ട കാര്യമില്ല, അത് തന്നെയാണ് വേണ്ടത് രാഹുലേട്ടാ, ഇവളെ പിടിച്ചുകൊണ്ട് പോകാൻ നമുക്കെന്ന് പറയുന്നു. ആ സമയത്ത് അഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജു ആണെങ്കിലോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആൻറ്റി വിഷമിക്കേണ്ട, ഹരിതയെ ഞാൻ വെറുതെ വിട്ടേക്കാം, അവിടെ ഇനി എന്നെ ശല്യപ്പെടുത്താതെ നിന്നാൽ മതി എന്ന് പറയുന്നു. ഈ അഞ്ജുവിന് വട്ടാണെന്ന് അഭി പറയുന്നുണ്ട്. കാരണം വർഷയുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഒരു കുലസ്ത്രീയായി മാറി. ഇപ്പോൾ അഞ്ജു നമ്മുടെ വർഷമാണെങ്കിൽ കുറച്ചൊക്കെ റെഡിയായി, അഞ്ച് പിന്നെയും പഴയ പോലെ ആയി തുടങ്ങി. എന്ത് ചെയ്യാനാണ്, ഇവളെ പോലെ ഒരു പെൺകുട്ടി വെറുതെ വിടാൻ പറ്റുമോ? എന്നാൽ ഹരിതയെ വിട്ടയക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, ഇത്രയും ക്രൂരത ചെയ്ത് ഇവളെ എന്തിനാണ് വിടുന്നത്? കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ജുനെ കൊന്നു കളഞ്ഞേനെ എന്ന് രാഹുൽ പറയുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ മനുഷ്യത്വം തോന്നുന്നുണ്ട് ഇവളോടൊക്കെ എന്ന രീതിയിലൊക്കെ അഭിയും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ല എന്ന രീതിയിൽ തന്നെയാണ് അഞ്ജു ഹരിതയെ വിട്ടയക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം വീണ്ടും തന്നെ അവിടെ കാണിക്കുന്നത് നമ്മുടെ വിവേകിനെയും വർഷയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നാളിൻ്റെ പാചകമൊക്കെ കഴിഞ്ഞല്ലോ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നൊക്കെ എനിക്കറിയാലോ എന്ന് പറയുന്നു. അങ്ങനെ വർഷ കറികളെല്ലാം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഗംഭീരമായിട്ടുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റൊക്കെ തനിക്കാണ്, താനല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്യാൻ സാധിക്കുമോ? മാത്രമല്ല ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും പെർഫെക്റ്റ് ആവുമോ? പിന്നെ അത് വേറൊരു വശം കൂടിയുണ്ട്. എൻ്റെ മമ്മിയാണെങ്കിലോ സ്ത്രീകൾ മാത്രമല്ല അടുക്കളയിൽ കിടക്കേണ്ടത്, നമ്മുടെ പുരുഷന്മാരും അടുക്കളയിൽ ജോലി ചെയ്യണമെന്ന് പറയുന്ന പക്ഷക്കാരിയാണ്. അതുകൊണ്ട് എന്നെ ചെറുപ്പത്തിൽ മമ്മി കുറേ എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പോഴാണ് അതിനൊരു അവസരം, ഞാൻ ഇപ്പോൾ അത് ചെയ്തു. അപ്പം ആൻറ്റിക്ക് തന്നെയാണ് ക്രെഡിറ്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. ആൻറ്റിക്കും തന്നെ ക്രെഡിറ്റാണ്, തനിക്കുണ്ട്. നാളെ എൻ്റെ ദമയന്തി അല്ലേ താൻ ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ കൂടുതൽ പറയാനുള്ളത്? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ കുക്ക് ചെയ്യാൻ കൂടാ. കണ്ടോ, വിവേക് വീണ്ടും വീണ്ടും ആ പറഞ്ഞോടത്ത് തന്നെ തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത്. എന്തിനാ വിവേക് ഇങ്ങനെ പറയുന്നത്? തൻ്റെ ദമയന്തി ആവാനൊന്നും എന്നെ കിട്ടില്ല, പക്ഷെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ടിരിക്കാം, അതല്ലേ നല്ലത്. അത് ഞാൻ വേണോ വേണ്ടേ എന്നൊക്കെ ഞാൻ ഏറ്റു. അല്ലാതെ ഇനി താൻ കുറേ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒക്കെ നമ്മുടെ വിവാഹകാര്യം അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ അമ്മ ക്ഷമിക്കുന്നേ നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എന്നെയും തന്നെ അംഗീകരിക്കാതിരിക്കാനൊന്നും അമ്മയ്ക്ക് സാധിക്കില്ലെന്നേ. അമ്മ ഒരു പാവമാണ്. ആദ്യമൊക്കെ എതിർക്കെങ്കിലും വർഷയെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ശിവയെ എനിക്കൊരിക്കലും കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല. അത് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നിന്നെ എന്തായാലും ചൂസ് ചെയ്യും. അതിനുള്ള റീസണുകളും കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറയുന്നു. വിവേകിൻ്റെ നല്ല വശം മാത്രമേ കണ്ടിട്ടുള്ളൂ, മോശമായിട്ടുള്ള വശങ്ങളൊന്നും കണ്ടിട്ടില്ല. അതിന് താനൊരു അവസരം ഉണ്ടാക്കുന്നില്ലല്ലോ. പിന്നെ എനിക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായത്തോളം ഇനി ആർക്കും അങ്ങനെ മനസ്സിലാകാനും പോകുന്നില്ല. തൻ്റെ ഈ സ്വഭാവം മൊത്തം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണെന്നൊക്കെ വിവേക് പറയുന്നുണ്ട്. എന്തായാലും വർഷയെ കൊണ്ടേ വിവേക് പോവുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.